നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടോ ജൂൺ 8-ാം തീയതി കരുണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യന്റിന്റെ, അതായത് നമ്മുടെ ശ്യാമ മോൾക്ക് അബോർഷനായി പോയിന്ന സാറേ മെഡിക്കൽ റിപ്പോർട്ട്. ഇവിടെ കള്ളം പറയുന്നതാവും. ശ്യാമ എന്തിനാ അങ്ങനെയാണോ പറയുന്നത്? അത് അവളോടല്ലേ അങ്കിളെ ചോദിക്കണ്ടേ. ഞാനെന്തിനാ ശ്യാമയെ കുറിച്ച് ഇവിടെ വന്ന് അങ്ങനെ ഒരു കള്ളം പറയേണ്ടത്? ഇനിയിപ്പൊ കള്ളാണെങ്കി ഞാനല്ല, ഈ മെഡിക്കൽ റിപ്പോർട്ടാ അത് പറയുന്നേ. ഇവിടെ എന്ത് വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കും? നിനക്കറിയാവുന്നല്ലേ ഇവിടെ? അങ്കിള് പിന്നെ ഇതെന്താ? നേരത്തെ ഞാൻ ശാലിനിയുടെ കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾക്കൊക്കെ എന്നെ സംശയമായിരുന്നല്ലോ. എന്നിട്ട് പ്രഗ്നന്റ് അല്ലാന്ന് അവള് തന്നെ സമ്മതിച്ചു തന്നില്ലേ? എനിക്ക് തോന്നുന്നത് കാര്യലാഭത്തിന് വേണ്ടി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ശാരദാമ്മയുടെ മക്കളുടെ ഒരു ശീലമാണെന്നാ. ഒരാൾക്ക് സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോവാനാണെങ്കിൽ മറ്റൊരാൾക്ക് സ്വത്ത് തട്ടിയെടുക്കലാവും ലക്ഷ്യം. നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങളെ വെറുതെ തർക്കിച്ച് ഊർജം കളയുന്നത്? ഇതിപ്പോ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു ഡോക്ടർ ശ്യാമയെ പരിശോധിച്ചാ വിവരം അറിയാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ പരിശോധിക്കുന്നത് കരുണ ഹോസ്പിറ്റലിലെ ഡോക്ടർ ധന്യ ആവരുത്. ധന്യാന്ന് മാത്രമല്ല, ഒരു ഡോക്ടറും വേണ്ട. അഡ്മിറ്റ് ആയ പേഷ്യന്റിന് അബോർഷനായി എന്ന് പറഞ്ഞത് കേട്ടത് ഞങ്ങളാ. പിന്നെ ശ്യാമ പ്രഗ്നന്റ് ആണെന്ന് ആ ഡോക്ടർ കള്ളം പറഞ്ഞത് എന്തിനാന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവാത്തെ. എന്തോ കള്ളക്കളിയുണ്ടെന്നുള്ളത് ഉറപ്പാ. അതിന് ശാലിനിയുടെ ശാരദാമ്മയുടെ ഒത്താശയുണ്ട്. ആമാൻഡി അങ്ങനെ മണ്ടിയാക്കണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവർക്കാർക്കും പരിചയമില്ലാത്ത വേറെ ഡോക്ടർ മതി ആൻഡി. അല്ല, നീ എന്താ ശ്യാമയെ അവിശ്വസിക്കുവാണോ? അവളുടെ ചേച്ചിയെ രാഘവേട്ട എന്നെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചത്. അതേ രക്തം തന്നെയാണോ ശ്യാമയുടെയും ഞരമ്പിലൂടെ ഓടുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.